നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ചിക്കൻ മന്തീൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് വീട്ടിൽ ഈസി ആയിട്ടും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല, കുറച്ച് മാത്രം ഇൻഗ്രീഡിയൻസ് മതി. അത്യാവശ്യം നല്ല ഫ്ലേവറൊക്കെ ആയിട്ടുള്ള ഒരു ചിക്കൻ മന്തി. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. നമ്മൾ മന്തി ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് 1 മണിക്കൂർ മുന്നേ നമ്മൾ അരി ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളെ റൈസ് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കേട്ടോ. പിന്നെ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് നല്ല വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാം കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെക്കാം. അപ്പോഴത്തേക്കും നമുക്കൊരു മസാല തയ്യാറാക്കിയെടുക്കാം. മന്തിയിലേക്ക് വേണ്ടിയിട്ട് മല്ലിച്ചപ്പ്, പുതിന, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കുറച്ച് മതി. പിന്നെ 2 മാഗി ക്യൂബ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്, തീരെ എരിവില്ല കേട്ടോ. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി മതി, കുറേ വേണ്ട. പിന്നെ ഒരു 2.5 ടീസ്പൂണോളം മന്തി മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് കുറച്ചധികം സൺഫ്ലവർ ഓയിലാട്ടോ. നമ്മൾ കുറച്ചധികം എടുക്കുന്നുണ്ട്, ഏകദേശം ഒരു 3/4 ഗ്ലാസ്സോളം എടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല പോലെ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. ഇതേപോലെ. ഇനി നമുക്കിതിലേക്ക് 1/2 മുറി ഉള്ളിയും 1/2 മുറി ക്യാപ്സിക്കവും ഇത് നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം അങ്ങോട്ട് അരിയൊന്നും വേണ്ട, ചെറിയ ചെറിയ പീസ് അതിലുണ്ടാവും കേട്ടോ. അപ്പോൾ 1-2 വട്ടം അങ്ങനെ മിക്സി ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ ഈ മസാല അവിടെ മാറ്റി വെക്കാം. ഇനി നല്ലൊരു വട്ടമുള്ളൊരു പാത്രം എടുക്കാം. അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ബിരിയാണി പീസ് ആക്കിയിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ഇത്ര തന്നെ വലുപ്പത്തിൽ എടുക്കാം കേട്ടോ പീസ്. ഇതൊരു 3/4 കിലോളം ചിക്കൻ ഉണ്ടാവും കേട്ടോ. ഇതിലേക്ക് വേണ്ടി നമ്മൾ പട്ട, ഗ്രാമ്പു, ഏലക്കായ്, കുരുമുളക്, ചെറിയ ജീരകം ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 3 പച്ചമുളക് മുഴുവൻ തോടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ആ പേസ്റ്റാക്കി വെച്ച മസാല ഇത്രയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് കൈ വെച്ചിട്ട് തന്നെ നല്ലോണം മിക്സ് ചെയ്യണം. ആ മസാലയും ചിക്കനും ഒരുപോലെ മിക്സ് ആവണം കേട്ടോ. ചിക്കനിലേക്ക് ഫുൾ മസാലയും പിടിപ്പിച്ചെടുക്കണം. അതുകൊണ്ട് തന്നെ കൈ വെച്ചിട്ട് ഓരോ ചിക്കനും ഇങ്ങനെ ഇതാക്കി നല്ലോണം കോട്ട് ചെയ്ത് കൊടുക്കുക ചിക്കനിലേക്ക് ആ മസാല. പിന്നെ നമുക്ക് ഈ സമയത്ത് ഉപ്പ് നോക്കാം. ഉപ്പില്ലെങ്കിൽ ഇട്ട് കൊടുക്കുക. മാഗി ക്യൂബിൽ ഉപ്പുണ്ട്, അതുകൊണ്ട് ഉപ്പ് ശ്രദ്ധിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ എനിക്ക് കുറച്ച് ഉപ്പിൻ്റെ ഓർമ്മയുണ്ടായിരുന്നു, അതാ ഇട്ട് കൊടുത്തേ. ഇനി ആ മസാല തേച്ച് ചിക്കൻ അവിടെ മാറ്റി വെക്കാം. ഇപ്പോഴത്തെ നമുക്ക് റൈസ് വേവിക്കാൻ വെക്കാം. ഞാനിവിടെ അരി വെള്ളത്തിലിട്ട് വെച്ചിട്ട് 1 മണിക്കൂറോളം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരി വേവിക്കാൻ ആവശ്യമുള്ള വെള്ളത്തിലേക്ക് ഉപ്പ്, പട്ട, ഗ്രാമ്പു, ഏലക്കായ്, ബേ ലീഫ് ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ കുറച്ച് ഓയിലും പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ മസാലല്ലേ അതിനൊരു 2 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. മൂടി വെച്ച് നല്ല തിളപ്പിച്ചെടുക്കാം. വെള്ളം എല്ലാം തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാൻ അരി ഊറ്റി മാറ്റീന് കേട്ടോ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു വെള്ളം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അളവോ കാര്യങ്ങളോ ഇല്ല. ഇത് ഞാൻ ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അത് അപ്പുറം അടുപ്പിലാക്കിയിട്ട് ഞാൻ ഇപ്പുറത്തേക്ക് ചിക്കൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു ഉണക്ക നാരങ്ങ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് മൂടി വെച്ച് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ നല്ലോണം ചൂടാക്കിയെടുക്കാം. അതിനുശേഷം ഫ്ലെയിം കുറച്ചിട്ട് നമ്മൾ ആ മസാലയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. എന്താ വെച്ചാൽ മസാല കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആ ഒരു പാനിലേക്ക് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഞാൻ ഒന്നുകൂടി മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മറിച്ചിട്ട് കൊടുക്കാം. ആ മസാലയൊക്കെ നല്ലോണം വെന്തിട്ട് അതിലെ എണ്ണ തെളിഞ്ഞു വരും കേട്ടോ. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം മാത്രം ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിൽ എണ്ണ കണ്ടിട്ട് കൂടുതലാണെന്നൊന്നും തോന്നണ്ട, നമ്മൾ റൈസിലേക്കും ഈ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി മൂടി വെച്ച് വേവിച്ചെടുത്തപ്പോഴേക്കും ആ ഒരു മസാല ഫുള്ളായിട്ട് വെന്തിട്ടുണ്ട്. എന്നിട്ട് അത് നല്ലപോലെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ചിക്കനൊക്കെ വെന്തോ നോക്കാം. ഈ സമയം ചിക്കനൊക്കെ ഉണ്ടത് അത്യാവശ്യം വെന്തിയുണ്ട് കേട്ടോ. പിന്നെ ഞാനൊന്നും മറിച്ചും തിരിച്ചു വിട്ടിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനും കിട്ടും. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഞാൻ അപ്പുറത്തെ അടുപ്പത്തേക്ക് മാറ്റിയിട്ട് ചോറൊന്ന് നോക്കിയിട്ടുണ്ട്. ചോറ് വെന്തിയുണ്ട് കേട്ടോ, നല്ല പോലെ തന്നെ വെന്തിയുണ്ട്. ഒരു 6-7 മിനിറ്റ് മാത്രമേ ചോറ് വേവാൻ സമയം എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനതവിടെ ഊറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളെ ചിക്കൻ പീസ് ഞാൻ നോക്കി നല്ലോണം വെന്തിയുണ്ട്, അതുപോലെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതെന്ത് ചെയ്യാം, ചിക്കനെ നമുക്കിതൊന്ന് കോരിയെടുക്കാം. ചിക്കൻ പീസ് ഇതിന്ന് ഞാൻ മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയം കൊണ്ട് തന്നെ ഞാൻ അരി അവിടെ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കനെല്ലാം നല്ല മസാല പിടിച്ചിട്ടുണ്ട് കേട്ടോ, കാണാൻ പറ്റും, നല്ല മസാല പിടിച്ചിട്ടുണ്ട്. ഇതവിടെ മാറ്റി വെക്കാം. പിന്നെ ഈ ഒരു ഗ്രേവി ഇല്ലേ, ഇത് ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. കുറച്ച് മാത്രമേ അതിൽ വെച്ചുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ
ഊറ്റി മാറ്റി വെച്ച റൈസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഗ്രേവി കളയണ്ട, നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ആ റൈസൊക്കെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളമുണ്ട്, അത് സാരില്ല കേട്ടോ, അത് അങ്ങ് റെഡി ആയിക്കോളും. ഒരു ഇത്തിരി വേവാനുണ്ട്. പിന്നെ അതിൻ്റെ മേലായിട്ട് ഞാൻ മന്തി മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ആ മാറ്റി വെച്ച ഗ്രേവിയില്ലേ, അതും ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഒരു ഗ്രേവിയിലെ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അടിയിൽ തന്നെ വെക്കുകയാണെങ്കിൽ അപ്പോൾ പെട്ടെന്ന് തന്നെ കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ എടുത്തിട്ട് മേലേക്ക് തട്ടിയെന്നുള്ളൂ കേട്ടോ. ഇത് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. അതുകൊണ്ട് ഈ ഒരു മന്തി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കനില്ലേ, മാറ്റി വെച്ച ചിക്കനും ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള പീസാട്ടോ, അങ്ങനെ എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതാ ചിക്കനൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നടുക്ക് വെച്ച് കൊടുക്കുന്നില്ല കേട്ടോ, നമ്മളൊന്ന് ചാർക്കോൾ കത്തിച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നടുക്ക് വെച്ച് കൊടുത്തില്ല, ഒന്ന് പുകയിച്ചെടുക്കണമല്ലോ മന്തി ആകുമ്പോൾ. ഞാനിതാ ചിക്കൻ പീസസൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് കുറച്ച് ഫുഡ് കളറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. റെഡും യെല്ലോയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നിർബന്ധമല്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി റെഡ് കളർ ഇല്ലാത്തവരാണെങ്കിൽ കുറച്ച് കാശ്മീരി ചില്ലി ഒന്ന് വെള്ളത്തിലാക്കിയിട്ട് അതും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനൊരു ഭംഗിക്ക് വേണ്ടി ചേർക്കുന്നുള്ളൂ, അത്ര നല്ലതൊന്നുമല്ല ഫുഡ് കളർ കേട്ടോ. പിന്നെ 2 പച്ചമുളകും അതുപോലെ ചാർക്കോളും കൂടി വെച്ചിട്ടൊന്ന് പുകയിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കാര്യം ഉണ്ടെങ്കിലാണ് മന്തി ഉള്ളൂ എന്നിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ പുക പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗ്രാമ്പും കൂടി അടച്ചു കൊടുക്കുന്നുണ്ട്. ഒരു അരമണിക്കൂർ ഞാൻ ഏറ്റവും ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അല്ലേ എനിക്ക് കറക്റ്റ് സെറ്റാക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേക്കും ചോറുണ്ണാൻ ഒരാൾ വന്നുകൊണ്ട് ഇന്ന് വെള്ളിയാഴ്ച കഴിഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ അളിയൻ വന്നിക്കേനോ. അന്നേരം ഞാൻ വേഗം അതിൻ്റെ മേലിൽ നിന്ന് കുറച്ച് കോരിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ പള്ളിയിൽ പോകാൻ വന്ന് പിന്നെ പണിക്ക് പോകുന്നവരല്ലേ, അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ വിചാരിച്ച് മാറ്റിയിട്ട് കാണിക്കുന്നതിന് നല്ലത് ഇങ്ങനെ കാണിക്കുന്ന കേട്ടോ. ഞാൻ മിക്സ് ആക്കിയൊന്നുമില്ല, അതിൽ അത്യാവശ്യം മസാല ഉണ്ടല്ലോ, അപ്പോൾ മസാല കൊടുക്കാൻ കോരി കൊടുത്ത്. ഇനി നമ്മൾ ആ ചോറും മസാലയും ഒക്കെ നല്ലോണം അങ്ങോട്ട് സെറ്റാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളേക്ക് ഇത് നേരത്തെ തന്നെ അങ്ങ് ചെയ്താൽ പോരേന്ന്, അതുകൊണ്ടല്ല സമയമില്ലാത്തതുകൊണ്ട് നേരത്തെ അങ്ങനെ കൊടുത്തുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ ആ അടിയോട് കൂടിയിട്ട് ആ ചോറ് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക, നല്ലോണം മിക്സാക്കി കൊടുക്കുക. മസാലയും ചോറും ഒക്കെ നല്ലോണം ആ മസാല ടേസ്റ്റ് ചോറിലേക്ക് വരണം കേട്ടോ. ഇതേപോലെ സെറ്റാക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മന്തി ഉണ്ടാക്കാൻ എളുപ്പമല്ലേ. പണ്ടൊക്കെയും നമുക്ക് ഭയങ്കര പാടുള്ള പരിപാടികളൊക്കെ ഇപ്പൊക്കെ ഈസി ആയിട്ട് മന്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതിൻ്റെ കൂടെയുള്ള മയോണീസും അതുപോലെ ചമ്മന്തിയൊക്കെ ഞാൻ ഷോർട്സായി അപ്ലോഡ് ചെയ്തുകൊണ്ട് പോയി കണ്ടോക്കാം കേട്ടോ. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ